നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിച്ചു എന്ന വാർത്ത കേൾക്കാൻ കാത്തിരിക്കുന്നത് കോടാനുകോടി ജനങ്ങളാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ജനങ്ങൾ മാത്രമല്ല, മലയാളികളടക്കം ലക്ഷങ്ങൾ. ഇപ്പോഴും അവർക്ക് പൂർണ്ണ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും കഴിഞ്ഞ 3.5 മാസത്തിനിടയിൽ ഏറ്റവും അധികം പ്രതീക്ഷയുള്ള ദിനങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിനു മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ അവകാശപ്പെടുമായിരുന്നു, യുദ്ധം തീരുന്നുവെന്ന്. ഇറാൻ അത് ശരിവെച്ചിരുന്നില്ല. എന്നാൽ ഇറാനും അമേരിക്കയ്ക്കൊപ്പം സമാധാനം സംഭവിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞതോടെ എന്തൊരു പ്രതീക്ഷയാണെന്നോ ലോകത്തിന് മുഴുവൻ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന മലയാളികൾക്ക്. ഒരുപക്ഷെ ഇറാൻ യുദ്ധം അവസാനിച്ചാൽ ഏറ്റവും അധികം നേട്ടമുണ്ടാകുന്നത് കേരളത്തിനാവും. കാരണം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ നിലനിൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണവരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കിവിടെ ഉത്പാദനമൊന്നും തന്നെ ഇല്ല, വ്യവസായമില്ല. നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഗൾഫിൽ നിന്നെത്തുന്ന പണം കൊണ്ടാണ്. അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ മലയാളികൾ പോകുന്നുണ്ടെങ്കിലും അവർ നാട്ടിലേക്ക് നിക്ഷേപിക്കുന്നേയില്ല. എന്നാൽ കൃത്യമായി നാട്ടിലേക്ക് പണം അയച്ച് കേരള സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നത് പശ്ചിമേഷ്യൻ മലയാളികളാണ്. അതുകൊണ്ട് തന്നെ UAE-യിലും സൗദി അറേബ്യയിലും ഖത്തറിലും ബഹ്റൈനിലും കുവൈറ്റിലുമൊക്കെയുള്ള മലയാളികൾ, സാധാരണ തൊഴിലാളികൾ മുതൽ പ്രൊഫഷണലുകൾ വരെ മാത്രമല്ല, സംരംഭകരും ആവേശ കൊടുമുടിയിലാണ്. ഇക്കുറി അവർക്ക് 99% പ്രതീക്ഷയുണ്ട് യുദ്ധം അവസാനിക്കുമെന്ന്. ട്രംപ് ഇന്നലെ പറഞ്ഞത് സമാധാന കരാർ ഒപ്പിട്ട് കഴിഞ്ഞു എന്നാണ്. ഔദ്യോഗിക കരാറിൽ ഒപ്പിടുന്നതും നിബന്ധനകൾ പുറത്തുവിടുന്നതും ഒക്കെ വെള്ളിയാഴ്ചയാണ്. ഇനി 3 ദിവസം കൂടി ബാക്കിയുണ്ട്. എന്നാൽ ഇന്നലെ തന്നെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇട്ടു എന്നാണ് ട്രംപ് പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാന്റെ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖലീബാദും ചേർന്നാണ് ഈ പ്രാഥമിക കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇലക്ട്രോണിക് ഒപ്പുവയ്ക്കലാണ്. ഇനി ഔദ്യോഗികമായി ഒപ്പുവയ്ക്കാൻ വെള്ളിയാഴ്ച വരെ കാത്തിരിക്കണം. ഇലക്ട്രോണിക് ഒപ്പിട്ടതോടുകൂടി തന്നെ യുദ്ധം ഏതാണ്ട് അവസാനിച്ച മട്ടിലായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ ഏർപ്പെടുത്തിയിരുന്ന നേവൽ ബ്ലോക്കേഡ് പിൻവലിച്ചു. ഇന്നലെ തന്നെ ഹോർമൂസ് കടലിടുക്ക് കടന്ന് 3 ഇറാനിയൻ എണ്ണക്കപ്പലുകളും 2 ചരക്ക് കപ്പലുകളും നീങ്ങി. തങ്ങളാണ് ഈ കരാറിൽ വിജയിച്ചിരിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന ഇറാൻ ആ അവകാശം ഉറപ്പിക്കാൻ വേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ബ്ലോക്കേഡ് പിൻവലിച്ചപ്പോൾ ആദ്യത്തെ 3 കപ്പലുകളും ഇറാൻ്റേതാക്കി മാറ്റിയത്. പിന്നെ കടന്നുപോയ 2 ചരക്ക് കപ്പലുകളിൽ ഒന്ന് മാൾട്ട പതാക ഏന്തിയതാണെങ്കിലും ഇന്ത്യൻ കപ്പലായിരുന്നു. ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് 18-ാം തീയതി LNG കാരിയറായ ദിശ എത്തുമെന്ന് ഇന്ത്യൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 62,370 മെട്രിക് ടൺ LNG-യുമായി കടന്നു വന്ന ഈ കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള കരാർ ഇറാൻ അനുകൂലമാണ് എന്ന് പറഞ്ഞ് അമേരിക്കയിൽ കടുത്ത പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ താൻ മാത്രമാണ് പശ്ചിമേഷ്യയിലെ പ്രശ്നം പരിഹരിച്ച മഹാനായ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നു. ഈ കരാറിൻ്റെ പേരിൽ ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും വിമർശനം ഏറ്റുവാങ്ങുന്നു. ഇസ്രയേലി ജനതയെ വഞ്ചിച്ചു, ഹിസ്ബുള്ളയ്ക്കും മറ്റും കീഴടങ്ങി എന്നാണ് ഇസ്രയേൽ പ്രതിപക്ഷം നെതന്യാഹുവിനെ വിമർശിക്കുന്നത്. എന്നാൽ കരാറിൽ തങ്ങൾ പങ്കാളികളല്ലെന്നും കരാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറാനെ അണുവായുധമുണ്ടാക്കാൻ അനുവദിക്കില്ലെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ലെബനോനിലും സിറിയയിലും ഗാസയിലും ഇസ്രായേൽ സേന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇസ്രായേലിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെ ആര് കരാർ ഒപ്പുവെച്ചാലും അത് തങ്ങളെ ബാധിക്കില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് നട്ടലുയർത്തിക്കാട്ടി നെതന്യാഹു. എന്ന് മാത്രമല്ല, കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ട്രംപ് വിജയാഹ്ലാദം പ്രകടിപ്പിച്ച അതേ സമയത്ത് തന്നെ തെക്കൻ ലെബനനിൽ ഒരു കാറിന് നേരെ ഇസ്രായേൽ സേന ആക്രമണം നടത്തി. ഹിസ്ബുള്ള തീവ്രവാദികളുമായി സഞ്ചരിച്ച കാറാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ സേനയും ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളയും ഇന്നലെയും ആക്രമണം തുടർന്നു. ലെബനനിലെ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ കരാർ ഉണ്ടാവില്ല എന്ന് ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും അത് ഗൗനിക്കാതെ തന്നെ നട്ടലുയർത്തിപ്പിടിച്ച ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നു. ട്രംപ് പച്ചത്തെറി വിളിച്ചിട്ടും ട്രംപിന് മറുപടി പറയാതെ തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് പരമപ്രധാനം എന്ന നിലപാടിൽ തുടരുകയാണ് ഇസ്രായേൽ. ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ട്രംപിനും അമേരിക്കയ്ക്കുമാണ്. സമാധാനം വേണമെങ്കിൽ അവരോട് മര്യാദയ്ക്കിരിക്കാൻ പറയൂ എന്നൊക്കെ ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും ഇസ്രായേൽ വഴങ്ങാതെ വന്നതോടെ ഇറാനും അല്പം മയപ്പെടുത്തി. സമാധാന കരാറുമായി
മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും സമാധാന പ്രതീക്ഷ 99% ലോകത്തിന് മുഴുവൻ സന്തോഷം പടരുകയാണ്. ഏറ്റവും അധികം നേട്ടമുണ്ടാക്കുന്നത് ഇന്ത്യ ആയിരിക്കും. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിൻ്റെ വക്കിലെത്തിയപ്പോഴായിരുന്നു അമേരിക്കൻ സുപ്രീം കോടതി അധിക തീരുവ റദ്ദ് ചെയ്തത്. അതോടെ ഒരു വിധത്തിലാണ് ആ തലവേദനയിൽ നിന്നും ഇന്ത്യ തല ഉയരിയത്. ട്രംപ് ഏർപ്പെടുത്തിയ അധിക ചുങ്കത്തിൻ്റെ പേരിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായ ആഘാതം അതോടുകൂടി പരിഹരിക്കപ്പെടും എന്ന് കാത്തിരുന്നപ്പോഴാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനുമേൽ യുദ്ധം പ്രഖ്യാപിച്ചത്. യുദ്ധം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് മോദി ഇസ്രായേൽ സന്ദർശിച്ചത് ഇറാൻ സംശയമുണ്ടാക്കിയിരുന്നു. ഇറാന്റെ സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖുമൈനി കൊല്ലപ്പെട്ടിട്ട് മോദി അനുശോചനം അറിയിക്കാതിരുന്നതും ഏതാണ്ട് ഒരാഴ്ചയോളം അനുശോചനം നീണ്ടുപോയതും ഇറാൻ സംശയമുണ്ടാക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഇറാനുമായി ചർച്ച നടത്തി തന്നെ ഇന്ത്യ പഴയ ബന്ധം തുടരുന്ന കാര്യത്തിൽ തീരുമാനമായി. വിശാഖപട്ടണത്ത് നിന്ന് പോയ ഒരു ഇറാൻ കപ്പൽ അമേരിക്കൻ സേന മുക്കിയതും ഇറാനെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇറാന്റെ മറ്റു ചില കപ്പലുകൾ ഇന്ത്യൻ തീരത്ത് അടുപ്പിച്ച് സംരക്ഷണമൊരുക്കിയാണ് ഇന്ത്യ അതിന് പരിഹാരം കൊടുത്തത്. അങ്ങനെ ഇറാനുമായും തരക്കേടില്ലാത്ത ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ ഇസ്രായേലുമായി ശക്തമായ ബന്ധവും അമേരിക്കയുമായി ധാരണയും പുലർത്തുന്ന ഇന്ത്യ ഈ യുദ്ധം അവസാനിക്കാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചത് ഇന്ത്യയിലേക്കുള്ള എണ്ണ പ്രകൃതിവാതക ഗതാഗതം മുഴുവൻ ഹോർമൂസ് കടലിടുക്ക് വഴി ആയതുകൊണ്ടാണ്. അത് തുറക്കാതെ ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കുക പ്രയാസമായിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധകാലത്ത് വലിയ തോതിൽ എണ്ണ വാങ്ങിക്കൂട്ടി സ്റ്റോക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് വലിയ കുഴപ്പമില്ലാതെ ഇന്ത്യ ഈ പ്രതിസന്ധിയെ മറികടന്നത്. എന്നാൽ പണപ്പെരുപ്പം ഉണ്ടാവുകയും വിലക്കയറ്റം സംഭവിക്കുകയും ചെയ്തു. ഇന്ത്യൻ രൂപയുടെ മൂല്യം വലിയ തോതിൽ ഇടിഞ്ഞുപോയി. ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് 100 രൂപയ്ക്ക് അടുത്തെത്തി നിൽക്കുകയാണ് $1 വില. ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ നീങ്ങിയ ഇന്ത്യക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാതെ മുമ്പോട്ട് പോവുക അസാധ്യമായിരുന്നു. എന്തായാലും ഇന്നലെ യുദ്ധം അവസാനിക്കുന്നെന്ന വാർത്ത ഏറ്റവും അധികം ആഹ്ലാദമുണ്ടാക്കുന്നത് ഇന്ത്യക്ക് തന്നെ എന്ന് പറയേണ്ടി വരും. UAEയും സൗദി അറേബ്യയും കുവൈറ്റും ഖത്തറും അടങ്ങിയ രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ പോവുകയായിരുന്നു. അവിടുത്തെ ബിസിനസ്സുകളെല്ലാം ഏതാണ്ട് നിലച്ച മട്ടിലായിരുന്നു. പുതിയ നിക്ഷേപകരെ കൊണ്ടുവരാൻ, പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാനും ഇളവുകൾ നൽകാനും ഈ രാജ്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അവിടങ്ങളിൽ അവതാളത്തിൽ കിടന്ന വിമാന സർവീസുകൾ പഴയതുപോലെ സുഗമമായി പോവും. സ്വകാര്യ വിമാന കമ്പനികളെ സർക്കാർ ബെയിൽ ഔട്ട് ചെയ്ത് നിലനിർത്താൻ ഉള്ള പദ്ധതികൾക്കും രൂപം കൊടുക്കുന്നുണ്ട്. എന്തായാലും യുദ്ധം അവസാനിക്കുമെന്ന് ഉറപ്പായതോടെ ലോകം വീണ്ടും പഴയ സമാധാനത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് മടങ്ങി വരികയാണ്.